നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. കുടുംബശ്രീ പ്രവർത്തകർക്കായി പാലിയേറ്റീവ് കെയർ നേതൃത്വത്തിൽ ഏകദിന പരിശീലന പരിപാടി നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ സമ്മേളനം 7-8 തീയതികളിൽ തൊടുപുഴയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. തൊടുപുഴ ഒളമറ്റം മാരിയിൽ കലങ്കിൽ വീണ്ടും വാഹനാപകടം. തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഒളമറ്റം IHRD കോളേജ് വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് YWCA നേതൃത്വത്തിൽ വനിതകളെ ആദരിച്ചു. മാധ്യമപ്രവർത്തക അനിത പ്രതാപ് ഉദ്ഘാടനം നിർവഹിച്ചു. അവധി ദിവസങ്ങളിലും രാത്രിയിലും ആംബുലൻസ് ഡ്രൈവർമാരുടെ അഭാവം. തൊടുപുഴയിൽ ജനങ്ങൾ ദുരിതത്തിൽ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ പ്രവർത്തകർക്കായി പാലിയേറ്റീവ് കെയർ നേതൃത്വത്തിൽ ഏകദിന പരിശീലന പരിപാടി നടത്തി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവും കുടുംബശ്രീയും ഒന്നായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട ഘട്ടമാണ് പല പദ്ധതികളും. ആ പ്രൊജക്റ്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മളിലൂടെയാണ്. അപ്പോൾ അതിനുള്ള ഒരു ദിവസത്തെ ട്രെയിനിങ് ആണ്, പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ കുടുംബശ്രീക്കാരെയൊക്കെ വിളിച്ച് ഒരു വൺ ഡേ പ്രോഗ്രാം എന്ന് പറഞ്ഞ് നടത്തുന്ന രീതിയിൽ വളരെ ലാഘവത്തോടെ ഇത് കാണാതെ ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ അത് വെറുതെ നമ്മൾ കേൾപ്പിക്കാനായിരുന്നു കേട്ടുകൊണ്ട് പോകാതെ ഒരു ക്ലാസ് ആണ് എന്നുള്ള. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സുബൈദ സയ്യിദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ കേരളം ബ്ലോക്ക് കോർഡിനേറ്റർ ഷിബു, ജില്ലാ കോർഡിനേറ്റർ സിജോ വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. PG രാധാമണി ക്ലാസ് നയിച്ചു. BJP ഇടപെട്ടി പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷ് പുറക്കാട്ടിനെ മർദ്ദിച്ചതായി പരാതി. ആശുപത്രിയിലേക്ക് രോഗിയുമായി പോകുന്ന വഴി തൊണ്ടിക്കുഴ റോഡിൽ വെച്ച് മദ്യപിച്ചുകൊണ്ടിരുന്ന ഗുണ്ടകൾ കമ്പിവടി കൊണ്ട് തലക്കടിച്ച് വധിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് സന്തോഷ് പറഞ്ഞു. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടുന്ന് 5:30 മണിയോടുകൂടി മുതലക്കുട ആശുപത്രിയിലേക്ക് രോഗിയുടെ കൂടെ നിൽക്കുന്ന 2 പേരെയും കൊണ്ട് ഓട്ടം പോവുകയായിരുന്നു. അപ്പോൾ നമ്മുടെ തൊണ്ടിക്കുഴ ഭാഗത്ത് അമ്പലത്തിന് പുറകുവശത്തായിട്ട് ഒരു ഒമിനി വാൻ മദ്യപിച്ചുകൊണ്ട് ഒരു പറ്റം സാമൂഹികത്തിൽ 3 പേരുണ്ടായിരുന്നു. അവരോട് വണ്ടി ഒന്ന് മാറ്റിത്തരാമോ, ഞങ്ങളൊന്ന് പോകാനാന്ന് പറഞ്ഞപ്പോൾ എന്നെ അസഭ്യം പറയുകയും എന്നെ വലിച്ചടിച്ച് മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ സമ്മേളനം മാർച്ച് 7-8 തീയതികളിൽ തൊടുപുഴയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ BBC ന്യൂസിനോട് പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ മഹാറാലിയും പൊതുസമ്മേളനവും നടക്കുന്ന മാർച്ച് മാസം 7-ാം തീയതി പകൽ 2 മണി മുതൽ ഭക്ഷണം നൽകുന്ന ഹോട്ടലുകൾ ഒഴികെ ഉള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുകയും 2:30 മണിയോടുകൂടി തന്നെ എല്ലാ അംഗങ്ങളും ബൈപ്പാസ് റോഡിലെ സ്വാഗത സംഘം ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജാഥയിൽ പങ്കെടുക്കാനുള്ള ക്രമീകരണം വരുത്തേണ്ടതാണ്. 2 മണിക്ക് വനിതാ സമ്മേളനം ശ്രീമതി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ കീറി നശിപ്പിച്ചതിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. തൊടുപുഴയിൽ പഴയ പാലത്തിന്റെ ഇരുവശങ്ങളിലായി സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിക്കപ്പെട്ടത്. കുറ്റവാളികളെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർത്തിയിട്ടുള്ള പ്രചരണ മാധ്യമങ്ങൾക്കെതിരെ സാമൂഹ്യ വിരുദ്ധരുടെ ചില നടപടികൾ നടന്നതായി കഴിഞ്ഞ ദിവസം കമ്മിറ്റി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രചരണാർത്ഥം സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ കീറി വികൃതമാക്കുന്ന നടപടിയിൽ
ഉള്ളതായിട്ടാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പതാകകൾ പല സ്ഥലങ്ങളിലും നശിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് തൊഴിൽ വിഭാഗത്തിൻ്റെ തൊടുപുഴ ഒളമറ്റം മാരിയിൽ കലങ്കിൽ വീണ്ടും വാഹനാപകടം. തൊടുപുഴയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് ഇത്തവണ അപകടത്തിൽപ്പെട്ടത്. മാരിയിൽ കലുങ്ക് ഭാഗത്ത് വളവ് തിരിച്ചപ്പോൾ നിയന്ത്രണം വിട്ട ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. സമീപത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ ഇടിച്ച ബസ് തൊട്ടടുത്തുണ്ടായിരുന്ന കടകളിലേക്കും റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയിലേക്കും ഇടിച്ചു കയറുകയുണ്ടായി. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് ഓട്ടോറിക്ഷയിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണ് അപകടത്തിന് കാരണമെന്ന് യാത്രക്കാർ പറഞ്ഞു. അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒളമറ്റം മാരിക്കലുങ്ക് ഭാഗത്ത് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഒളമറ്റം IHRD കോളേജ് വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു. നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഇനിയും വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തിട്ടില്ലെന്ന് ആരോപിച്ചാണ് വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ YWCA നേതൃത്വത്തിൽ വനിതകളെ ആദരിച്ചു. വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വനിതകളെയാണ് അവാർഡ് ഓഫ് എക്സലൻസ് നൽകി ആദരിച്ചത്. YWCA ഓഫീസിൽ പ്രസിഡന്റ് പ്രൊഫസർ കൊച്ചിറേസ്യ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മാധ്യമപ്രവർത്തകയായ അനിത പ്രതാപ് ഉദ്ഘാടനം ചെയ്തു. നിയമമെല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പണ്ട് തൊട്ട് 25 കൊല്ലം മുമ്പ് ഈ റേപ്പ് കേസസിനെ പറ്റി പിന്നെ ഈ ഡൗറി ഡെത്ത്സിനെ പറ്റിയൊക്കെ എന്തോരം എഴുതിയിട്ടുണ്ട്. അന്ന് തൊട്ട് നിയമം എല്ലാം ഇനാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇംപ്ലിമെന്റേഷൻ ഒന്നുമില്ല ഇതുവരെ 25 കൊല്ലം. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഐ ഹാവ് ഫെയിൽഡ് ആസ് എ ജേർണലിസ്റ്റ്. ഇപ്പൊ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു സൊസൈറ്റിയിലെ വൺ റോളേ ഉള്ളൂ. വി ഹാവ് ഓൺലി വൺ റോൾ. എന്നൊക്കെയാണ് സംഭവിക്കുന്നത്. മലങ്കര ജലാശയത്തിൽ കുളിക്കാനിറങ്ങുന്നവർ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാകുന്നു. ജലാശയത്തിൽ കാണിക്കുന്ന സാഹസികതയും പരിചയക്കുറവുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. മലങ്കര ജലാശയത്തിൽ കുളിക്കാനിറങ്ങുന്നവർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുന്നു. ജലാശയത്തിൽ സാഹസികത കാട്ടുന്നവരാണ് അപകട ചുഴിയിൽപ്പെടുന്നത്. കൂടുതലും അന്യനാട്ടിൽ നിന്നും ഇവിടെ എത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നതിലേറെയും. ഡാമിൽ കുളിക്കാനിറങ്ങിയവരിൽ കൂടുതൽ പേരും അപകടത്തിൽപ്പെട്ടത് കാഞ്ഞാർ ഓലിക്കൽ കടവിന് സമീപമാണ്. ഇവിടെ എത്തുന്ന യാത്രക്കാർ കൂടുതലും വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ചെളിയിൽ കാല് പുതഞ്ഞു പോകുന്നതോടെ അപകടത്തിൽപ്പെടുകയാണ് പതിവ്. മുൻപ് പുഴ ഒഴുകിയിരുന്നതാണെങ്കിലും പിന്നീട് മലങ്കരയിൽ ഡാം നിർമ്മിച്ചതോടെ പുഴയുടെ ഇരുകരകളിലും വെള്ളം കയറുകയും ചെയ്തു. ഇതറിയാതെ കുളിക്കാനിറങ്ങുന്നവർ പെട്ടെന്ന് പുഴയിലേക്ക് വീഴുകയും അപകടത്തിൽപ്പെടുകയുമാണ് ചെയ്യുന്നത്. മൂലമറ്റം പാറു ഹൗസിലെ വൈദ്യുതോൽപാദനം കഴിഞ്ഞ് പുറന്തള്ളുന്ന വെള്ളമാണ് ജലാശയത്തിൽ എത്തുന്നതിൽ ഭൂരിഭാഗവും. തൊടുപുഴയിലെ ജനങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ പോകാൻ ആംബുലൻസ് വേണമെങ്കിൽ നെട്ടോട്ടമോടണം. സർക്കാർ അധീനതയിലുള്ള ആശുപത്രിക്കും നഗരസഭയ്ക്കും ആംബുലൻസ് ഉണ്ടെങ്കിലും സ്വകാര്യ ആംബുലൻസുകളാണ് നാട്ടുകാർക്ക് ഇപ്പോഴും ആശ്രയം. തൊടുപുഴയിൽ നഗരസഭയ്ക്കും താലൂക്ക് ആശുപത്രിക്കും ആംബുലൻസുകൾ ഉണ്ടെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ ഉപകരിക്കുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം മുത്തശ്ശി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നാട്ടുകാർ കഷ്ടപ്പെട്ടു. താലൂക്ക് ആശുപത്രിയിലെത്തിച്ച പെൺകുട്ടിയെ കോട്ടയത്തിന് കൊണ്ടുപോകാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്.
അതനുസരിച്ച് താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ആവശ്യപ്പെട്ടെങ്കിലും അത് കട്ടപ്പുറത്താണെന്നായിരുന്നു മറുപടി. പിന്നീട് നഗരസഭയിൽ അന്വേഷിച്ചപ്പോൾ ഡ്രൈവറില്ലെന്നായി. താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് ഉണ്ടെങ്കിലും ഇത് ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് കൊണ്ടുപോയത് തിരികെ കെട്ടിവലിച്ചാണ് കൊണ്ടുവന്നത്. ഇതിപ്പോൾ ഷെഡിൽ കിടപ്പാണ്. ഓടിക്കാൻ 2 ഡ്രൈവർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവർ ആശുപത്രി അധികൃതരുടെ പിന്നാലെ വേറെ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നതിൽ തിരക്കിലാണ്. അതിനാൽ അധികൃതർ ആംബുലൻസ് നിരത്തിലിറക്കാൻ ശ്രദ്ധിക്കുന്നുമില്ല. മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏപ്രിൽ 8 മുതൽ 15 വരെ തിരുവുത്സവം ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2500ഓളം വർഷ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകർ അവിടെ വന്ന് പരിശോധിച്ചതിന് ശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യകാല ഭരണം 27 ഊരാൺമക്കാരുടേതായിരുന്നു. ഊരാൺമക്കാർക്ക് ക്ഷേത്രത്തിൽ നേരിട്ട് പ്രവേശിക്കാനോ നേരിട്ട് നേരം തൊഴാനോ പൂജ ചെയ്യാനോ അധികാരമില്ലാതിരുന്ന ആ നിയമം ഈ ക്ഷേത്രത്തിന് ബാധകമായിരുന്ന സമയത്ത് അന്ന് ശാന്തിക്കാരായിട്ട് കാടമറ ജില്ലക്കാർ രാജാവിൻ്റെ ക്ഷണപ്രകാരം വന്ന് പൂജ ചെയ്തു പോന്നു. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഈ രാജഭരണകാലത്ത് കീഴ്മലനാടിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നപ്പോഴുള്ള അവസ്ഥയാണിത്. അന്നൊരിക്കൽ എന്തോ കലാപം ഉണ്ടായപ്പോൾ ആറാട്ട് സമയത്ത് മറിഞ്ഞെന്ന് ഒളിപ്പോരാളികൾ ചെയ്തതുപോലെ ഒരു സംഘം ആൾക്കാർ ഈ ആറാട്ട് സമയത്ത് ആക്രമണം ഉണ്ടായി. അന്ന് കർപ്പൂര ശുഭ്രവും വേദ ശൈലേന്ദ്രമൂലീരും കൽഹാരോദ്യാനഗംഗയും സിന്ധുവും ബ്രഹ്മപുത്രയും നക്ഷത്രപതക്ക മണിഹാരങ്ങളായണിയും നിർമ്മലാംബി നിത്യമംഗള ദീപാർപ്പണം നിത്യമംഗള ദീപാർപ്പണം. ക്ഷേത്രം തന്ത്രി പെരിയമന നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സംഗീതാചാര്യൻ വി ദക്ഷിണാമൂർത്തി സ്വാമികളുടെ സംഗീത കച്ചേരിയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതി അധ്യക്ഷൻ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി, രക്ഷാധികാരി എൻ പ്രസാദ് നമ്പൂതിരി, സെക്രട്ടറി അജിമോൻ കുഴിമറ്റത്തിൽ, വി കെ വേലായുധൻ, പി ഒ കേശവൻ എന്നിവരും പങ്കെടുത്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കുടുംബശ്രീ പ്രവർത്തകർക്കായി പാലിയേറ്റീവ് കെയർ നേതൃത്വത്തിൽ ഏകദിന പരിശീലന പരിപാടി നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ സമ്മേളനം 7, 8 തീയതികളിൽ തൊടുപുഴയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. തൊടുപുഴ ഒളമറ്റം മാരിയിൽ കലങ്കിൽ വീണ്ടും വാഹനാപകടം. തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഒളമറ്റം IHRD കോളേജ് വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് YWCA നേതൃത്വത്തിൽ വനിതകളെ ആദരിച്ചു. മാധ്യമപ്രവർത്തക അനിത പ്രതാപ് ഉദ്ഘാടനം നിർവഹിച്ചു. അവധി ദിവസങ്ങളിലും രാത്രിയിലും ആംബുലൻസ് ഡ്രൈവർമാരുടെ അഭാവം. തൊടുപുഴയിൽ ജനങ്ങൾ ദുരിതത്തിൽ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.